ഇവിടെ 171 ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിവസത്തിൽ ഇവിടെ ഏഴാച്ചേരിയിൽ വരാനായിട്ട് സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇങ്ങോട്ട് ക്ഷണിച്ചതിന് പ്രത്യേകമായിട്ട് എന്നെ ക്ഷണിച്ചത് ശ്രീ KR ദിവാരൻ സാറാണ്. സാറിന് ഞാൻ നന്ദി പറയുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് വളരെ സന്തോഷ നിർഭരമായി. കാരണം എത്ര ഊഷ്മളതയോടുകൂടിയാണ് നിങ്ങളിവിടെ സ്വീകരിച്ചത്. അപ്പോൾ മറ്റുള്ളവരോടൊക്കെ നിങ്ങൾ കാണിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിൻ്റെ ആ ഒരു മികവാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. എത്ര ഊഷ്മളമായിട്ട് എല്ലാവരും നല്ല ചിരിയോടുകൂടി ഹാർദമായിട്ട് ഇവിടെ സ്വീകരിച്ചു. അപ്പോൾ ഈ ജയന്തി നമ്മൾ ആചരിക്കുമ്പോൾ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ പ്രവർത്തികളിലൂടെയാണ് അത് കാണിക്കേണ്ടത്. ആ പ്രവർത്തികളിലൂടെ നിങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നു വളരെ മനോഹരമായ മാതൃക. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയും. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനായിട്ട് പറഞ്ഞു നമ്മൾ 1 മണിയോടുകൂടി വലിയ വ്യക്തികൾ ഇനി സംസാരിക്കാനിരിക്കുന്നു. ഉദ്ഘാടനം എത്തിച്ചേർന്നിട്ടില്ല. 1 മണിയോടുകൂടി നമുക്കിത് ഈ സാംസ്കാരിക സമ്മേളനം അവസാനിക്കും. ഞാനൊരു സന്ദേശം മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. അത് തീർച്ചയായിട്ടും നമ്മൾ ഈ സാംസ്കാരിക സമ്മേളന വേദിയിലേക്ക് ഒരു ക്രൈസ്തവ പുരോഹിതൻ എന്ന നിലയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള ഒരു സന്ദേശമാണ്. അത് ശ്രീനാരായണ ഗുരുദേവൻ തന്ന സന്ദേശമാണ്. 1924 ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിക്കൊണ്ട് കേരളത്തോട് അദ്ദേഹം കൊടുത്ത ഒരു വലിയ പ്രബോധനം. അദ്ദേഹം പറഞ്ഞു, വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ് ഞാനിത് വിളിച്ചു കൂട്ടുന്നത്. എല്ലാവരെയും ചേർത്ത് എല്ലാവരുടെയും നന്മയെ അംഗീകരിക്കുകയും ആ നന്മയിൽ നിന്ന് നല്ല വശങ്ങൾ സംശീകരിക്കുകയും ചെയ്യുന്ന മഹത്തായ മാതൃക എൻ്റെ 100ാം വാർഷികത്തിലാണ് നമ്മൾ കാണുന്നു. ആ പോയി ആഘോഷിച്ചത് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഉൾപ്പെടെയുള്ളവർ പോയി ആഘോഷിച്ചത് എത്ര വലിയ മാതൃക. റോമിലാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ധാർമ്മിക അടിസ്ഥാന ഉറവിടം എന്ന് പറയുന്ന ആ റോമിൽ ചെന്നിട്ടാണ് ശ്രീനാരായണ നമ്മുടെ കർദിനാള് കൂവക്കാട്ട് പിതാവാണ് അതിനുവേണ്ടി എല്ലാം സജ്ജീകരിച്ചത്. അവിടെ പറഞ്ഞു, സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു, ഇത് ലോകം മുഴുവൻ ഗുരുദേവ ദർശനങ്ങളുടെ പ്രസക്തി ചെല്ലണം എന്നുള്ള ആ നിശ്ചയത്തിലാണ് ഞങ്ങൾ റോമിൽ വന്നു. റോമിൽ നിന്ന് എല്ലായിടത്തും ചെല്ലട്ടെ. ഗുരുദേവ ദർശനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെല്ലുന്നില്ല. അത് ചെല്ലാൻ വേണ്ടിയാണ് ഞങ്ങൾ റോമിൽ വന്ന് ഇത് ആഘോഷിക്കുന്നത്. എത്ര മഹത്തരമാണത് പ്രിയപ്പെട്ടവരെ. ആ ഒരു നന്മയിൽ, സ്നേഹത്തിൽ, ഇടയെടുപ്പത്തിൽ ഒരുമിച്ച് നീങ്ങുന്നതിനേക്കാൾ വലിയ ഒരു സമൂഹ നിർമ്മിതി എന്ന് പറയുന്ന ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ അവസരമാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ ഇവിടെ ക്ഷണിച്ചതിലും കൂടെ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുക. ഞാൻ ഓർക്കുന്നത് ഈ ഒരിക്കൽ അതൊരു പഴയ കഥയാണ്. അത് സംഭവമാണോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ആ സോളമൻ രാജാവ് എങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജ്ഞാനി എന്ന് ഇങ്ങനെ പറയുന്ന സോളമൻ രാജാവിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ സോളമൻ രാജാവ് ഒരു ദേവാലയം പണിയണം, ജെറുസലേം ദേവാലയം പണിയണം. ജെറുസലേം ദേവാലയം പണിയാൻ വേണ്ടി അദ്ദേഹം സ്ഥാനനിർണയം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദർശനം ഉണ്ടാവുകയാണ്. ആ ദർശനം ഇതാണ്: എല്ലാവരും സൗഹൃദത്തിൽ ഒരേ മനസ്സോടെ ജീവിക്കുന്ന ഏത് സ്ഥലമാണോ ആ സ്ഥലത്ത് വേണം ഈ ദേവാലയം പണിയാൻ. അദ്ദേഹത്തിൻ്റെ സേവകന്മാരെ അയക്കുന്നു. അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ട് എങ്ങും കാണുന്നില്ല. എല്ലായിടത്തും ഏതെങ്കിലും തരത്തിലുള്ള സ്പർദ്ധയൊക്കെ നിലനിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു രാത്രി പോകുമ്പോൾ ഒരു വയലോരത്ത് കൂടെ പോകുമ്പോൾ ആ വയലോരത്ത് വയലിലൂടെ ഒരു മനുഷ്യൻ തലയിൽ ഗോതമ്പ് ചുമന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ അയാളോട് ചോദിച്ചു, എന്തിനാണ് ഈ ഗോതമ്പ് ചുമന്നുകൊണ്ട് വരുന്നത്? അയാൾ പറഞ്ഞു, എനിക്ക് പ്രിയപ്പെട്ട ഒരാളുണ്ട് ഇവിടെ അടുത്ത്. അദ്ദേഹത്തിന് മക്കളും എല്ലാവരും കൂടി വലിയൊരു കുടുംബമാണ്. അവര് കൃഷി ചെയ്തിട്ട് ഈ വർഷം വേണ്ട രീതിയിൽ കിട്ടിയില്ല. അതുകൊണ്ട് എനിക്കുള്ള മിച്ചത്തിൽ നിന്ന് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഈ നന്മയെ കണ്ട് ഇങ്ങനെ അത്ഭുത പരതന്ത്രരായിട്ട് അവർ നിൽക്കുന്ന സമയത്ത് ഏത് വീട്ടിലേക്കാണോ അയാൾ പോകുന്നത് ആ വീട്ടിൽ നിന്ന് വീണ്ടും തലയിൽ ആ വീട്ടുകാരൻ ഒരാൾ തലയിൽ കട്ടിയായിട്ട് വരികയാണ്. അയാൾ പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന് ഇത്തവണ ഗോതമ്പ് കൃഷി ചെയ്തിട്ട് അയാൾക്ക് പ്രായാധിക്യമായി വേണ്ട രീതിയിലുള്ള വിളവ് ലഭിച്ചില്ല. അയാൾക്ക് വേണ്ടി എൻ്റെ ഉള്ളതിൽ നിന്ന് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഈ 2 കൂട്ടരും ഒരുമിച്ച് ഈ പാടവരമ്പത്ത് ഒരിക്കൽ സന്ധിക്കുമ്പോൾ അവിടെ ഈ സേവകന്മാർ മുട്ടുകുത്തുകയും ആകാശങ്ങളിലേക്ക് കൈ ഉയർത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സോളമൻ രാജാവ് ജെറുസലേം ദേവാലയം അവിടെയാണ് പണിതത് എന്ന് പറയുന്ന ഒരു കഥ. പ്രിയപ്പെട്ടവരെ, ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് കാണിച്ചു തന്ന വലിയ മാതൃകകൾ അതെല്ലാമാണ്.
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ പറയുന്നതിൻ്റെ, ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ സാറ് പ്രസിഡന്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞു, അതിലേക്ക് നമുക്ക് പോകാനായിട്ട് സമയങ്ങളില്ല. ഇപ്പോൾ അതൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ മതം ഏതായാലും മനുഷ്യൻ നന്നായി. തുളസി ചേച്ചി എന്ന് പറയുന്ന ഒരു ചേച്ചി, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ളാരംപള്ളിയിൽ നാളെയാണ് മാതാവിൻ്റെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് തുളസി ചേച്ചി SNDP-കാരിയാണ്. അവർ വന്നിട്ട് ആ മാതാവിൻ്റെ നൊവേനയിലൊക്കെ കൂടിയതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛനെ ഒന്ന് പരിചയപ്പെടണം. അച്ഛനെ ഞാൻ പലപ്പോഴും കോളേജിലൊക്കെ പോകുന്നത്, പക്ഷേ അടുത്ത് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പരിചയപ്പെടുക, ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഈഴവ സമുദായക്കാരിയാണ് അച്ഛാ, ഞാൻ SNDP-കാരിയാണ്. അതിനുശേഷം എന്നോട് ഇങ്ങനെ സംസാരിക്കും. ഞാൻ ചോദിച്ചു, അപ്പം നൊവേന മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. നോക്കുക, ഗുരുദേവ ദർശനങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ ഈ തുളസി ചേച്ചിയുടെ ഉള്ളിലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, എന്താണ് എനിക്ക് ഇന്ന് തരാൻ പറ്റുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു പണ്ട് കാലത്ത് അതിനൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. നേന്ത്രപ്പഴത്തിൻ്റെ ഒരു പടലിരിക്കുന്നുണ്ട്. പണ്ടത് പിന്നെ താഴ്ന്ന ജാതിക്കാർ വലിയ ജാതിക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഞാൻ ആ നേന്ത്രപ്പഴം കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു, എനിക്കിന്ന് തരാനായിട്ട് ഒന്നുമില്ല, തുളസി ചേച്ചിക്ക് ഇത് സമ്മാനമായിട്ടിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെയുള്ള ഊഷ്മളമായ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ഇതുപോലുള്ള സാംസ്കാരിക സമ്മേളനങ്ങൾ കാരണമാകട്ടെ എന്നൊരു ആശംസ മാത്രമേ എനിക്കുള്ളൂ. വളരെ സ്നേഹത്തോട് ഇഴയെടുപ്പ്. ഞാൻ നേരത്തെ വികാരിയായിരുന്ന ഒരു സമയത്ത് അവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് ക്രിസ്മസിൻ്റെ കരോളിനൊക്കെ എൻ്റെ കൂടത്തിൽ വരുന്ന രഞ്ജിത്തും രാജീവും സഹദേവനും ഒക്കെയാണ്. അവരെല്ലാം കൂടിയാണ്. ഒരിക്കൽ ക്രിസ്തുരാജൻ്റെ തിരുനാളിന് ക്രിസ്തുവായിട്ട് വേഷമിട്ടത് സഹദേവനാണ്. ഒരു കുഴപ്പമില്ല. അവരവരുടെ വിശ്വാസം നിന്നുകൊണ്ട് തന്നെ മറ്റു വിശ്വാസങ്ങളെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആ മഹത്തായ സംസ്കൃതിയുടെ ഏറ്റവും വലിയ കേരളത്തിൻ്റെ ഉപജ്ഞാതാവാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമ്മൾ മറക്കരുത്. ആ ഒരു ദർശനം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഈ സമ്മേളനത്തിലേക്ക് വിളിച്ചതിന് ഒരിക്കൽ കൂടി എല്ലാവർക്കും, ഇതിൻ്റെ മേലധികാരികൾ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. സ്വാഗതം കേട്ടിരുന്നതിന്, നിങ്ങൾ ഊഷ്മളമായി എന്നെ സ്വീകരിച്ചതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.